ഭാരത് പെട്രോളിയം ഉപഭോക്തൃ സൗഹൃദ ഉൽപ്പന്നമായ ഭാരത് ഗ്യാസ് ലൈഫ് സിപ്പ് പുറത്തിറക്കി. തൽക്ഷണ കണക്ഷനും അതിവേഗ ഡെലിവറിയും വാഗ്ദാനം ചെയ്യുന്ന പ്രീമിയം LPG സിലിണ്ടറാണ് വിപണിയിലെത്തിയിട്ടുള്ളത്. ഭാരം കുറഞ്ഞ ഭാരത് ഗ്യാസ് ലൈറ്റ് കോമ്പോസിറ്റ് സിലിണ്ടർ കൂടുതൽ സുരക്ഷിതവുമാണ്. ഭാരത് ലൈഫ് സിപ്പിന്റെ ജില്ലാതല വിതരണോദ്ഘാടനം കൊടുങ്ങല്ലൂരിൽ നടന്നു. ഭാരത് ഗ്യാസിന്റെ വിതരണക്കാരായ പരാശക്തി ഏജൻസിയിൽ നടന്ന ചടങ്ങ് മുൻ മേത്തല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KH വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ഏജൻസി കിട്ടിയത് ഞാനായിട്ട് വലിയ അടുപ്പമാണ് എഡിസൻ്റെ മക്കളൊക്കെ ആയിട്ട്. എഡിസൺ ഉണ്ടായില്ല. എഡിസൺ മരിക്കുമ്പോൾ ഞങ്ങൾക്ക് 1979 വെടിവെപ്പ് കേസിലൊക്കെ പരിക്ക് പറ്റിയിട്ട് നോമിനേഷൻ പേപ്പർ കൊടുത്തിട്ട് വന്നപ്പോൾ ഹോസ്പിറ്റലാണ്. അപ്പോഴാണ് എഡിസൺ മരിച്ചത്. ആ മക്കൾ എനിക്ക് ഗ്യാസ് ഏജൻസി ഒന്നുമില്ല. പറവൂക്കാരാണ് എനിക്ക് ഗ്യാസ് തന്നത്. ഞാൻ പലപ്പോഴും അതുടക്കി ഭാരത് പെട്രോളിയത്തിൻ്റെ ഗ്യാസ്. ഇന്നത്തെ ദിവസം ഞാൻ അവരോട് ചോദിച്ചു എത്ര ഗ്യാസ് കൊടുക്കുന്നുണ്ടെന്നുള്ളത്, എത്ര വന്നിട്ടുണ്ടെന്നുള്ളത്. ആ കണക്കെടുത്ത് കൂപ്പൺ അടിക്കാൻ പറഞ്ഞു. കൂപ്പൺ അടിച്ച് ഞാൻ തന്നെ വിതരണം നടത്തി. എൻ്റെ പാർട്ടിക്കാരടക്കം, ഞാൻ കോൺഗ്രസ്സുകാരനാണ്. ഞാൻ 24 കൊല്ലം പഞ്ചായത്ത് മെമ്പറായിരുന്നു ഈ വാർഡിൽ. ഈ എൻ്റെ നേതാക്കന്മാരടക്കം എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാരോട് വന്നിട്ട് ക്യൂ ആയിട്ട് നിർത്തേണ്ടി വന്നു. ഞാൻ അവർക്ക് ചായ വാങ്ങിച്ചു കൊടുത്തിട്ട് എൻ്റെ ചിലവിൽ. എനിക്കാരും നഷ്ടമൊന്നുമില്ല. എനിക്ക് പഞ്ചായത്ത് മെമ്പർ നിലയ്ക്ക് അന്ന് 25 രൂപ കിട്ടും. 10 പൈസയാണ് ചായക്ക്. ഞാനതൊക്കെ ചിലവ് ചെയ്യാം. 10 പൈസ പിന്നെ വീട്ടിൽ കൊണ്ടുപോയില്ല. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ കൂടെ ഞാൻ നിന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഞാൻ മത്സരിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് 86 വയസ്സ് കഴിഞ്ഞു, ഇനി ഞാൻ മത്സരിക്കില്ല. പക്ഷേ പിറ്റേ ദിവസം പേപ്പർ വന്നപ്പോൾ എൻ്റെ ഫോട്ടോ സഹിതം തിരുവഞ്ചക്കുളം 20-ാം വാർഡിൽ ഞാൻ ഞെട്ടിപ്പോയി. പക്ഷേ എനിക്ക് നോമിനേഷൻ പേപ്പർ കൊടുക്കാണ്ടിരിക്കാം. അത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വിഡ്രോ ചെയ്യാം. 10 വയസ്സിൽ പൊതുപ്രവർത്തനം തുടങ്ങി ഞാൻ അത് ചെയ്താൽ ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയോട് ഏറ്റവും വലിയ വഞ്ചനയായിരിക്കും. ഇപ്പോൾ HDFC ബാങ്ക് മാനേജറെ ഞാനത് നന്നായിട്ട് ഞാൻ മിക്ക ദിവസം അവിടെ പോകാറുണ്ട്. സാറ് ഇവിടെ വന്നപ്പോൾ പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ ഒരു പ്രസംഗം അധികം നീട്ടുന്നില്ല. ഞാൻ പാർട്ടിയിൽ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പ്രസംഗിച്ച ഒരാളാണ്. ആൾക്കാർ ധാരാളം പ്രസംഗിക്കാൻ ആൾക്കാരുണ്ട്. ഏതായാലും ഭാരത് പെട്രോളിയത്തിൻ്റെ ഈ 10 കിലോ ഭാരമുള്ള സിലിണ്ടർ വിതരണം നടത്തിയതിൽ സന്തോഷമുണ്ട്. ആളുകൾ സഹകരിക്കണം. കൂടുതലൊന്നും പറയുന്നില്ല. പരാശക്തി ഗ്യാസ് ഏജൻസി പ്രൊപ്പറേറ്റർ രാധിക മേനോൻ അധ്യക്ഷത വഹിച്ചു. BPCL സെയിൽസ് മാനേജർ ശശാങ്ക് വർമ്മ പദ്ധതി വിശദീകരണം നടത്തി. Of the current cylinder which is there in the market for whom the weight is 30 kg. So in this the actual weight of the empty cylinder is 5 kg plus the product weight which comes out to be 10 kg. With the total weight it near about comes out to be near within the range of 15 to 16 kg. It is far more 50% less than the regular cylinder weight which is there in the market. Along with this cylinder is having a provision wherein you can find out the level of LPG. Basically it is having a level indicator so that it is giving an option to the customer to find out how and what is the level of the cylinder, so that he should not come up with a surprise that his cylinder got exhausted while he is doing out the cooking and rest of the things. Also, because this is made up of a composite material, there is no issue with the life of the cylinder because there is no issues pertaining to. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ മുഖ്യ അതിഥിയായിരുന്നു. മഞ്ജുഷ ആദ്യ സിലിണ്ടർ ഏറ്റുവാങ്ങി. HDFC ബ്രാഞ്ച് മാനേജർ ശ്രീകുമാർ, റിട്ടയർഡ് ഡെപ്യൂട്ടി തഹസിൽദാർ CG ശ്യാമള, പരാശക്തി ഏജൻസി മാനേജർ KV സന്തോഷ്, EJ ഹിമേഷ് എന്നിവർ സംസാരിച്ചു. തുരുമ്പ് പിടിക്കാത്ത കോമ്പോസിറ്റ് ബോഡിയുള്ള പുതിയ സിലിണ്ടർ LPG ലെവൽ എളുപ്പത്തിൽ കാണാൻ കഴിയുന്ന സുതാര്യമാണ്.
ലളിതമായ രജിസ്ട്രേഷൻ നടപടികളിലൂടെ വേഗത്തിൽ പുതിയ LPG കണക്ഷൻ ലഭ്യമാകും. ഓർഡർ ചെയ്ത് 4 മണിക്കൂറിനുള്ളിൽ സിലിണ്ടർ വിതരണം ചെയ്യുകയെന്നതാണ് കമ്പനിയുടെ ലക്ഷ്യം. പ്രൊഫഷണലുകൾ, വിദ്യാർത്ഥികൾ, നഗരങ്ങളിലെ ഫ്ലോട്ടിംഗ് ജനസംഖ്യ തുടങ്ങിയവരെ ഉൾപ്പെടെയുള്ള ഉപഭോക്താക്കൾക്കാണ് ഭാരത് ഗ്യാസ് ലൈറ്റ് സിപ്പ് പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിലവിൽ 30 നഗരങ്ങളിലാണ് ഭാരത് ഗ്യാസ് ലൈറ്റ് സിപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആഗസ്റ്റ് 15-നകം ഇത് 70 നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. ഇതോടെ മൊത്തം 100 നഗരങ്ങളിൽ ഈ സേവനം ലഭ്യമാകും.